മഹാന്മാരൊക്കെ നിസ്കാരത്തിന് വേണ്ടി ഒരുക്കം നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹു, ഹാത്തിമുസ് സാഹിദ് മഹാനവർകൾ ആസിം ഇബ്നു യൂസുഫ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നു. ആസിം എന്നവര് മഹാനവറുകളോട് ചോദിച്ചു, യാ ഹാത്തിമു, ഹാത്തിം എന്നവരെ, ഹൽ തുഹ്സിനു അൻ തുസല്ലിയ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയുമോ? ഹാത്തിം എന്നവര് പറഞ്ഞു, അതെ, നിസ്കരിക്കാൻ അറിയും. എങ്ങനെയാണ് നിങ്ങളെ നിസ്കാരം? ഇദാ തഖാറബ വഖ്തുസ്സലാ, നിസ്കാരത്തിന്റെ സമയം അടുത്തു വന്നാൽ അസ്ബിഗുൽ വുളൂ, ഞാൻ പൂർണ്ണ വുളൂ എടുക്കും. മാസ്തവി ഫിൽ മൗളിഇൽ ലദീ യുസല്ലി ഫീഹി, നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നേർക്ക് നേരെ നിൽക്കും. എന്റെ എല്ലാ അവയവങ്ങളും ഒതുങ്ങിത്തീരും. എന്നിട്ട് ഞാൻ എന്റെ രണ്ട് പുരികങ്ങൾക്കിടയിൽ കഅബ ഞാൻ നോക്കിക്കാണും. വൽ മഖാമു ബിഹിയാലി സദ്രി, അല്ലാഹുവിന്റെ മുന്നിലുള്ള നൃത്തമുണ്ടല്ലോ, ആ നിൽക്കുന്ന സ്ഥലം അതെന്റെ നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെയുണ്ടാകും. എന്റെ മനസ്സിന്റെ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് രൂപപ്പെടുത്തും. വല്ലാഹു ഫൗഖീ, അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ സൂക്ഷിക്കുന്നുണ്ട്. യഅലമു മാ ഫീ ഖൽബി, എന്റെ മനസ്സിലുള്ളത് മുഴുവനും അല്ലാഹു അറിയും. നിസ്കരിക്കുമ്പോൾ എനിക്ക് വരുന്നൊരു ചിന്തയാണ്, വകഅന്ന ഖദമയ്യ അലസ്സിറാത്ത്, എന്റെ രണ്ട് കാൽപാദങ്ങളും സിറാത്തിന്റെ മുകളിലാണ് എന്ന് ഞാൻ അങ്ങനെ കരുതും. വൽ ജന്നത്തു അൻ യമീനി, സ്വർഗം എന്റെ വലതുഭാഗത്താണ്. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടത്തെ ഭാഗത്താണ്. മലക്കുൽ മൗത്തി ഖൽഫി, മലക്കുൽ മൗത്ത് എന്റെ പിറകിലുണ്ട്. എപ്പോഴും പിടിക്കാൻ റെഡിയായിട്ട് മലക്കുൽ മൗത്തുണ്ട്. വലത്തെ ഭാഗത്ത് സ്വർഗവും ഇടത്തെ ഭാഗത്ത് നരകവും, പിന്നാലെ മലക്കും റെഡിയായി നിൽക്കുന്നു. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അന്നഹാ ആഖിറുസ്സലാ, ഇത് അവസാനത്തെ നിസ്കാരമാണ്. നാളെ സുബഹി നിസ്കരിക്കാൻ എത്ര പേരുണ്ടാകും? ഇന്നലെ സുബഹി നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് കഴിഞ്ഞുപോയി? ഇന്നലെ ളുഹർ നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് ളുഹർ നിസ്കരിക്കാനില്ല? ഇന്നലെ അസ്ർ നിസ്കരിച്ചവർ പലരും ഇന്ന് അസ്ർ നിസ്കരിക്കാനില്ല. ഓരോ നിസ്കാരവും വരുമ്പോ ഞാൻ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും എന്റെ അവസാനത്തെ നിസ്കാരമാകുമോ? അങ്ങനെ ഒരു ചിന്ത വരും നിസ്കരിക്കാൻ നോക്കുമ്പോ എന്റെ മനസ്സിൽ.